വല്ലാതെ ശ്രദ്ധിക്കേണ്ട ഒരു കൂട്ടരുണ്ട്. അത് സലഫികളല്ല, ജമാഅത്ത് ഇസ്ലാമി അല്ല, അല്ലെങ്കിൽ തബ്ലീഗ് ജമാഅത്തുകാരല്ല. അതൊക്കെ ശ്രദ്ധിക്കേണ്ട തന്നെ. അതിനേക്കാളും ശ്രദ്ധിക്കേണ്ട ഒരു സാധനമുണ്ട്. അതാണ് വ്യാജത്തരീഖത്ത്. വലിയ ദുർമാർഗികളാണ്. അവരെ ദുർമാർഗം എന്താണ്? അവര് സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളുടെ വിശ്വാസം തകർക്കാൻ വേണ്ടി എന്തും പറയും, എന്തും ചെയ്യും, എന്ത് കളവും പറയും എന്ന് മാത്രമല്ല, സാധാരണക്കാരെ വഞ്ചിക്കാൻ വേണ്ടി അവർ മഖബറയിൽ പോകും. സാധാരണക്കാരെ വഞ്ചിക്കാൻ വേണ്ടി മൗലിദ് ഓതും. അവർ സാധാരണക്കാരെ വഞ്ചിക്കാൻ വേണ്ടി റാത്തീബ് ചൊല്ലും. അവര് സാധാരണക്കാരെ വഞ്ചിക്കാൻ വേണ്ടി ഔലിയാക്കളെ ബഹുമാനം പറയും. അപ്പൊ ആൾക്കാർ വിചാരിക്കും ഇവർക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വിചാരിച്ചു പോകരുത്. അതും ഈമാൻ തെറ്റിക്കുന്ന പരിപാടി തന്നെയാണ്. അതെങ്ങനെയാ ഉസ്താദ് ഞങ്ങൾക്ക് മനസ്സിലാകുക? അത് മനസ്സിലായാലും നിങ്ങൾക്ക് ഓരോന്നും എങ്ങനെയാ മനസ്സിലായാലും, നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിൽ രോഗം ഉണ്ടോ ഇല്ലേ എങ്ങനെയാ മനസ്സിലായാലും ഡോക്ടറെ കാണിച്ചിട്ട് നിങ്ങൾക്ക് ഒരു മരം മൂന്നാജി ഇരിക്കുന്നുണ്ട് ഇവിടെ. മൂന്നാജിട്ടുണ്ട് ഒരുപാട് തേക്കെടുത്ത ആളാണ്. ഒരു മരം അത് തേക്കാണോ അല്ലേ ഇതെങ്ങനെയാ മനസ്സിലാകുക? അത് മരത്തിനെ കുറിച്ച് വിവരമുള്ളവരെ കൊണ്ട് പരിശോധിപ്പിച്ചാൽ മനസ്സിലാവും. നിങ്ങൾക്കൊരു നല്ല കളറുള്ള ഒരു സാധനം കിട്ടി, ഇത് പൊന്നാണോ പൊന്നല്ലേ ഇതെങ്ങനെയാ മനസ്സിലാകുക? അതിന് പൊന്നിന്റെ പണിക്കാരെ കാണിച്ചു നോക്കിയിട്ട് അവർ വരച്ചീട്ട് കാണിച്ച് പറഞ്ഞു തരും. ഇതുപോലെ ഒരു സാധനം പേച്ചതാണോ അല്ലേ ഇതെങ്ങനെയാ മനസ്സിലാകുക? അത് ആലിമീങ്ങളോട് ചോദിക്കണം. ആലിമീങ്ങൾ പറഞ്ഞു തരും ഇന്നത് വെളിച്ചതാണ്, ഇന്നത് വെളിച്ചതല്ല എന്ന് പറഞ്ഞു തരും. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പൊ ഓരോന്നിനും വിവരമുള്ളവർ പറയുന്നതാണ് കേൾക്കേണ്ടത്, ജാഹിലീങ്ങൾ പറയുന്നതല്ല കേൾക്കേണ്ടത്. നിങ്ങൾ കണ്ടോ ഒരു ബുക്ക്, ഇതൊരു വ്യാജത്തരീഖത്തുകാരെ ബുക്കാണ്. പേര് ഞാൻ പറയില്ല. പറയാത്തെന്തറിയോ? പറയൽ ആവശ്യമായി വരുമ്പോ പറയും. പറയാത്ത അത് പറഞ്ഞാൽ ഓരോരുത്തർ അതിങ്ങനെ അതെവിടെയാ കിട്ടുക നോക്കിയാൽ എന്നിട്ട് വേണ്ടാത്ത വായിക്കും. പിന്നെ നിങ്ങൾ തന്നെ ഉസ്താദേ വായിച്ചത്? ഞാൻ ഡോക്ടറാ, എനിക്ക് ചിലപ്പോ മലവും പരിശോധിക്കേണ്ടി വരും, മൂത്രവും പരിശോധിക്കേണ്ടി വരും, ചലവും പരിശോധിക്കേണ്ടി വരും, എന്നിട്ട് മരുന്നും കൊടുക്കേണ്ടി വരും. നിങ്ങളെന്തിന് മലം പരിശോധിക്കാൻ പോകണം? നിങ്ങളെന്തിന് മൂത്രം പരിശോധിക്കാൻ പോകണം? എനിക്ക് മരുന്ന് കൊടുക്കണം. അപ്പൊ എനിക്ക് അതൊക്കെ പരിശോധിക്കേണ്ടി വരും. അതുകൊണ്ട് അതൊന്നും നിങ്ങൾ തിരയണ്ട. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. തെരഞ്ഞിട്ട് പെട്ടുപോണ്ട, നിങ്ങളെ കൈമിൽ നേസാക്കണ്ട. നിങ്ങളെ കയ്യോ എന്ന് ചോദിക്കും എന്നോട്. എന്റെ കൈ കുറയിട്ടുണ്ട്. അങ്ങനെ നെസ് പെരളുന്ന കൈയല്ല. മനസ്സിലായില്ലേ? ഞാൻ കൈക്ക് ഉറച്ച് സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ പ്രതിരോധ ശക്തിയും അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഉസ്താദുമാരെ ബർക്കത്ത് കൊണ്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളത് തെരയാൻ പോണ്ട. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി, ഒരു ഉദാഹരണത്തിന് വേണ്ടി നിങ്ങൾ മനസ്സിലിരിക്കട്ടെ എന്ന് വിചാരിച്ച് പറയാണ്. ആളുകൾ പേച്ചിട്ട് പറഞ്ഞ കാര്യമല്ലോ. സുബ്ഹാനല്ലാഹ്. ഒരാളെ പറ്റി പറയാണ്, അള്ളാഹുവിന്റെ ഇസ്കിനായി 3 വർഷത്തോളം ഏകാന്തവാസം അനുഷ്ഠിച്ചു. അള്ളാഹുവിനെ നേടുന്നതിനായി അദ്ദേഹം ദുനിയാവ് ഉപേക്ഷിച്ചു. പിന്നീട് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം തന്നെ ദുനിയാവിലേക്ക് മടങ്ങി വന്നു. പിന്നെ അയാൾ എന്താ ചെയ്ത്? എല്ലാ മതങ്ങളിലെയും ജനങ്ങൾ മസ്ജിദുകളിലേക്കും ഹിന്ദു ക്ഷേത്രത്തിലേക്കും സിഖ് ക്ഷേത്രങ്ങളിലേക്കും ചർച്ചുകളിലേക്കും ആത്മീയ പ്രഭാഷണങ്ങൾക്കായി മഹാനവറുകളെ ക്ഷണിക്കുകയും അദ്ദേഹത്തിൽ ദിക്റെ ഖൽബ് കരസ്ഥമാക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഒരാൾ അയാൾ വിശ്വാസം പഠിപ്പിക്കുന്നത് എന്താണ്? അയാളെ വിശ്വാസത്തിന്റെ ഒറ്റ മോഡൽ മാത്രം ഞാനൊന്ന് വായിക്കാം, കേട്ടോളി. അള്ളാഹു ആത്മാക്കളെ സൃഷ്ടിക്കുവാൻ ഉദ്ദേശിച്ചപ്പോൾ അവൻ പറഞ്ഞു കുൻ ഉണ്ടാവുക. അങ്ങനെ എണ്ണമറ്റ ആത്മാക്കൾ ഉണ്ടായി. അള്ളാഹുവിന്റെ തൊട്ട് മുന്നിൽ അള്ളാഹ് എന്ത് മുന്ന്, എന്ത് പിന്ന്, എന്ത് വലത്ത്, ഇടത്ത്. ഇത് സെലഫികളെ വിശ്വാസ. എന്ത് അള്ളാഹ് വലത്തുണ്ട്, ഇടത്തുണ്ട്, മുന്നുണ്ട്. അത് തന്നെയാണ് ഈ കല്ലത്തിരിക്കുന്നതാണ് പറയുന്നത്. പറയാണ് അള്ളാഹുവിന് തൊട്ട് മുമ്പിൽ കാണപ്പെട്ടത് നബിമാരുടെ ആത്മാക്കളായിരുന്നു. രണ്ടാമത്തെ നിരയിൽ ഔലിയാക്കൾ ആത്മാക്കളും, മൂന്നാമത്തെ നിരയിൽ മോമിനീങ്ങൾ ആത്മാക്കളും, അതിന് പിന്നിലായി സാധാരണ ജനങ്ങൾ ആത്മാക്കളും നിലകൊണ്ടു. അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ദൂരെയുള്ള വരിയിൽ സ്ത്രീകളുടെ ആത്മാക്കളും, അതിന് പിന്നിൽ മൃഗാത്മാക്കളും, പിന്നെ സസ്യാത്മാക്കളും, പിന്നെ ധാതു ആത്മാക്കളും കാണപ്പെട്ടു. ഇവര് വിചാരിച്ച് ബാലിന്റെ സാസ് പോലെ അള്ളാഹ് ഒരു സാസ് ഉണ്ടാക്കിയിട്ട് പെണ്ണുങ്ങൾ അങ്ങ് ദൂരെ. അള്ളാഹ് എന്ത് ദൂരെ അള്ളാഹുവിനെന്ത് അങ്ങനെ ഒരു ദൂരമുണ്ടോ അള്ളാഹുവിന്? എന്ന് പറയാണ് പെണ്ണുങ്ങൾ ദൂരെയായി പോയി. അള്ളാഹ് എന്താ സംഭവിച്ചതെന്നായിരിക്കും. ധാതു ആത്മാക്കൾക്ക് ചലിക്കാൻ കഴിവില്ലായിരുന്നു.
അള്ളാഹുവിന്റെ വലതുവശത്തും മലക്കുകളും. അള്ളാഹ്ക്ക് വലത്ത് കൊടുത്തൊക്കെ സലഫികളെ വാദം. അള്ളാഹുവിന്റെ വലതുവശത്ത് മലക്കുകളും അതിനെ തുടങ്ങി സ്വർഗീയ സ്ത്രീകളുടെ റൂഹുകളും സ്ഥാനം പിടിച്ചു. അവർക്ക് അള്ളാഹുവിനെ മുഖം കാണുവാൻ കഴിഞ്ഞിരുന്നില്ല. അള്ളാഹ്ക്കൊരു മുഖം, ഇത് മുജാഹിദിന്റെ വാദമാണ്, സലഫിന്റെ വാദം. അള്ളാഹ് മുഖം കണ്ട് അങ്ങനെ അള്ളാഹിന്റെ മുഖം കണ്ടില്ലായിരുന്നു. മലക്കുകളും ആ പെണ്ണുങ്ങളൊന്നും അള്ളാഹിന്റെ മുഖം കണ്ടില്ല. ഇവര് പറയാ ഇക്കാരണം കൊണ്ട് മലക്കുകൾക്ക് അള്ളാഹുവിനെ കാണുവാൻ കഴിയില്ല. അള്ളാഹുവിന്റെ മുഖം കാണാൻ കഴിയാത്തതുകൊണ്ട് മലക്കുകൾക്ക് അള്ളാഹിനെ കാണാൻ കഴിയൂല. അതിന് പിന്നിലായി ഉണ്ടായിരുന്ന നൂരീ മുവക്കിലുകളുടെ ആത്മാക്കളായിരുന്നു. അവർ പിന്നീട് നബിമാരുടെയും ഔലിയാക്കളുടെയും സഹായികളായി ഭൂമിയിൽ വരികയുണ്ടായി. അള്ളാഹുവിന്റെ ഇടതുവശത്ത് ജിന്നുകളുടെ ആത്മാക്കളും ശേഷം ദുരാത്മാക്കളും ദുഷ്ടാത്മാക്കളും നിലകൊണ്ട് ഇപ്പോട്ടർ ഭൂമിയിൽ വന്നതിന് ശേഷം ഇബ്ലീസിനെ അവന്റെ ജോലികളിൽ സഹായിച്ചു. ഒരു പുതിയ അഖീദ പറയാണ് ഈ കള്ളത്തരീഖത്തുകാരൻ ചെയ്യാൻ. എന്നിട്ട് പറയാണ് അള്ളാഹുവിന്റെ ഇടതും വലതും വശങ്ങളിലുള്ള ആത്മാക്കൾക്കും വിദൂരതയിൽ നിലകൊണ്ട സ്ത്രീകളാത്മാക്കൾക്കും ദൈവിക വെളിപ്പാടിന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇക്കാരണത്താൽ ജിന്നുകൾക്കും മലക്കുകൾക്കും സ്ത്രീകൾക്കും അള്ളാഹുവിനോട് സംസാരിക്കാൻ കഴിയുമെങ്കിലും അവർക്ക് അവനെ ദർശിക്കുവാൻ സാധിക്കുന്നതല്ല. ഇനി ഇതിൽ വേറെയും കുറെ തോന്നിയാസം ഉണ്ടാവുന്ന ഞാൻ വായിക്കുന്നില്ല. ഇതിൽ അള്ളാഹ്ക്ക് മണവാറ്റിണ്ട് എന്ന് പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? അതുപോലെ കടുത്ത തോന്നിവാസം, പച്ച കുഫ്ർ, ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന കുഫ്ർ. ഇത് തരീഖത്തിന്റെ ശൈഖാണ് പോലും, മുറബിയായ മുർശിദായ ശൈഖാണ് പോലും. ഇങ്ങനെ തരീഖത്തിന്റെ പേരിൽ ഈമാനിൽ നിന്ന് കുഫ്റിലേക്ക് കൊണ്ടുപോകുന്ന ധാരാളം കക്ഷികളുണ്ട്. അങ്ങനത്തെ കക്ഷികളാണ് റാഫിലത്തിനെ പിന്തുടർന്നവരാണ് അവർ. റാഫിലത്തിന് ടീമുണ്ടായിരുന്നു. അബൂബക്കറുല്ലാഹിന്റെ വെളിച്ചുപോയി, ഉമറുല്ലാഹിന്റെ വെളിച്ചുപോയി ഇതൊക്കെ പറഞ്ഞവരാണ് അവർ. ആ റാഫിലത്തിനെ പിന്തുടർന്നവരാണവർ. ആ റാഫിലത്താണ് അള്ളാഹ് കയ്യും കാലും വലത്തു കൊടുത്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞത്. അതാണ് സലഫികളും പിന്തുടർന്നത്. ആ റാഫിലത്തിൽപ്പെട്ട ഒരു ടീമാണ് മുമ്പ് പറഞ്ഞിരുന്നത്. എന്ത് ഞാൻ ഇവിടെ വെച്ച് പറഞ്ഞിരുന്നു. എന്ത് പറഞ്ഞു? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ ലോകത്തിന്റെ മുഴുവൻ നിയന്ത്രണങ്ങളും അല്ലാഹ് ഏൽപ്പിച്ചു കൊടുത്തു. ഫഹുവൽ ഖാലിഖുസ് സാനി. അലി ഇബ്നു അബീ ത്വാലിബ് രണ്ടാം പഠിച്ചവനാണ്. അതന്നെയാണ് വ്യാജത്വരീഖക്കാരൻ കേരളത്തിൽ പാടിയത്. ആരാധികളെ പടച്ചോനെ മടവൂരികളെ പടച്ചോനാണ്. ഇതൊക്കെ പിഴച്ച് നരകത്തിലേക്ക് ജനങ്ങളെ നയിക്കുന്ന വ്യാജത്വരീഖത്തുകളാണ്. അതിലും എന്റെ മുസ്ലിമീങ്ങൾ പെട്ടുപോയാൽ അതാ നിങ്ങളെ ഈമാൻ പോയി പോകും കേട്ടോ. ഈ കക്ഷികൾ പറയുന്നത് നിങ്ങൾ ഏത് മതമായാലും തരക്കേടില്ല, അതേ സമയത്ത് ദിക്റുൽ ഖൽബുണ്ടായ മദീനാണ്. ഈ എന്താണ് ദിക്റുൽ ഖൽബ്? അല്ലാഹ് പറഞ്ഞതോ ഒരായത്ത് ഞാൻ ഓതി കേൾപ്പിച്ചത് കൂടി നിങ്ങളെ കേൾപ്പിച്ച് നിർത്തട്ടെ. ഇസ്ലാമല്ലാത്തതിനെ വല്ലവനും ദീന് അതാ സ്വീകരിച്ചാൽ ഫലൻ യുഖ്ബല മിൻഹു, അവനിൽ നിന്നത് സ്വീകരിക്കപ്പെടില്ല. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, അവൻ ആഖിറത്തിൽ നഷ്ടപ്പെട്ടവരിൽ പെട്ടവനാണ്. എന്നിട്ട് അല്ലാഹ് പറയുന്നു കൈഫ യഹ്ദില്ലാഹു ഖൗമൻ കഫറൂ ബഅദ ഈമാനിഹിം, നേരത്തെ ഈമാൻ ഉണ്ടായിട്ട് പിന്നെ അതും രാജിവെച്ചിട്ട് അതാ കുഫറിലേക്ക് പോയ ജനങ്ങളെ അല്ലാഹ് സന്മാർഗത്തിലാക്കലെങ്ങിനെ. സുന്നത്ത് ജമാഅത്തും വിട്ടിട്ട് വ്യാജത്വരീഖത്തിലേക്ക് പോയവൻ, സലഫിയിലേക്ക് പോയവൻ, ജമാഅത്തിന്റെ അമീരിലേക്ക് പോയവൻ, പടച്ചറബേ വിവരമില്ലാതെ പെട്ടുപോയവർക്ക് ഹിദായത്തിന്റെ വെളിച്ചം കൊടുത്ത് നന്നാക്കണേ അല്ലാഹ്. അതിലേക്ക് പോയവനെ കുറിച്ചടക്കം അല്ലാഹ് പറയാണ് കഫറൂ ബഅദ ഈമാനിഹിം, ഈമാൻ കിട്ടിയിട്ട് അത് ഒഴിവാക്കിയിട്ട് അവിശ്വാസത്തിലേക്ക് പോയ ജനങ്ങളെ അല്ലാഹ് സന്മാർഗത്തിലാക്കലെങ്ങിനെ. വശഹിദു, അവര് സാക്ഷ്യം വഹിച്ചതായിരുന്നു അന്നർ റസൂല ഹഖ്ഖുൻ, അല്ലാഹുവിന്റെ റസൂൽ സത്യമാണെന്ന്. വജാഅഹുൽ ബയ്യിനാത്ത്, അവർക്ക് തെളിവുകളൊക്കെ കിട്ടിയതുമാണ്. എന്നിട്ട് അവരതും വിട്ടിട്ട് ഇസ്ലാം മതം തന്നെ ആകണമെന്നില്ല എന്നിവരെ പറയുന്ന സ്ഥലത്തേക്ക്, അല്ലാഹുവിന്റെ പുറമെ വേറെ പടച്ചവനുണ്ടെന്ന് പറയുന്ന സ്ഥലത്തേക്ക് അതപ്പതിച്ചല്ലോ. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, അക്രമികളായ ജനങ്ങളെ അല്ലാഹ് സന്മാർഗത്തിലാക്കൂല നബിയെ. അവർക്ക് എന്താ കിട്ടാൻ പോകുന്നത്? അല്ലാഹ് പറയാണ്
പറയാണ് ഉലൈക ജസാഉഹും അവരുടെ പ്രതിഫലം അന്നഅലൈഹിം ലാനത്തുല്ലാഹ് അവർക്ക് അല്ലാഹുവിന്റെ ലാനത്തുണ്ട് നബിയേ വൽ മലായിക അല്ലാഹുവിന്റെ മലക്കുകളെ ലാനത്തുണ്ട് നബിയേ വന്നാസി അജ്മഈൻ എല്ലാ നല്ല മനുഷ്യരുടെയും ലാനത്തുണ്ട് നബിയേ ഇത് തന്നെയല്ലേ നബി തങ്ങൾ പറഞ്ഞത് മൻ അഹദസ വല്ലവനും പുത്തനാശയക്കാരനായാൽ സുന്നത്ത് ജമാഅത്ത് വിട്ടുപോയാൽ ഔ ആവാ മുഹദിസൻ അല്ലെങ്കിൽ പുത്തനാശയക്കാരനെ ചേർത്ത് പിടിച്ചാൽ അവന് വേണ്ട ഒത്താശ മുഴുവനും ചെയ്തു കൊടുത്താൽ ഫഅലൈഹി ലഅനത്തുല്ലാഹ് അവൻ അല്ലാഹുവിന്റെ ലഅനത്തുണ്ട് വൽ മലായിക മലക്കുകളുടെ ലഅനത്തുണ്ട് വന്നാസി അജ്മഈൻ എല്ലാ നല്ല മനുഷ്യരുടെയും ലഅനത്തുണ്ട് ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദിലാ അവന്റെ ഒരു ഫർളും സുന്നത്തും അല്ലാഹ് ഖബൂൽ ചെയ്യൂല അതുകൊണ്ട് ശരിയായ സന്മാർഗം സുന്നത്ത് ജമാഅത്താണ് നമ്മളെ ഇമാമിങ്ങൾ പഠിപ്പിച്ചതാണ് സ്വഹാബത്ത് പഠിപ്പിച്ചതാണ് അതാണ് ഖുർആനും ഹദീസും പഠിപ്പിച്ച വഴി അതിൽ മുറുകെ പിടിച്ച് ജീവിച്ച് ഈമാനോടെ മരിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ.